നമസ്കാരം. മറ്റുള്ളവരുടെ തണലിൽ തളയ്ക്കപ്പെടാതെ സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വവും മേൽവിലാസവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താര ദമ്പതികളാണ്, താര ജോഡികളാണ്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബീന ആന്റണി ആൻഡ് മനോജ്. എനിക്ക് ഒരുപാട് സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ ഇവരെ തന്നെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയത്. കാരണം ഇവരുടെ രണ്ടുപേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മള് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആണ്. ഇനി നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? റെഡി? റെഡി. ഓക്കെ. അപ്പൊ ചേട്ടാ, ചേച്ചി, നമ്മളത് തുടങ്ങാൻ പോകണം. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ പഴയ എന്തെങ്കിലും ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? 18 വർഷം മുമ്പ് ഇരുന്നതാ. എപ്പോ? കല്യാണ റിസപ്ഷൻ അല്ലേ? ഇങ്ങനെ ഒരു സ്റ്റേജിന്റെ നടുവില് ഒരു കസേര ഇട്ട് അങ്ങനെ അത് ഇരുന്നിരിക്കാൻ പറ്റില്ല. ആളുകൾ ഇപ്പോഴും അപ്പൊ അതിനുശേഷം എനിക്കിപ്പോ ഇങ്ങനെ ഓർമ്മ വരുന്നു. 18 വർഷത്തിന് ശേഷം ഇപ്പൊ ഇവിടെ റെഡ് കാർപ്പറ്റില് അതാണ് ഞങ്ങളെ ഇരുത്തി. അതെ. ഈ ചേട്ടൻ ഭയങ്കര, അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളും എന്തുണ്ടെങ്കിലും മനസ്സിലുള്ളത് അങ്ങ് വെട്ടി തുറന്ന് പറയുന്ന ഒരാളും ഒക്കെയാണ് അല്ലെ? ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പേരുണ്ട്. മനോജ് എന്ന് പറഞ്ഞാൽ വെട്ടി തുറന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെ ദോഷങ്ങള്, എന്തൊക്കെ ഗുണമുണ്ടെന്ന് അവിടെ നിൽക്കട്ടെ. വെട്ടി തുറന്ന് പറയുന്ന ഒരു അല്ല, ഗുണം അവിടെ നിൽക്കട്ടെ. അതിന്റെ കൂടെ ഒരു വലിയൊരു ട്രാജഡിയും കൂടി ഉണ്ട്. അതും കൂടി പറയണം. ഒരുപാട് അവളത് മനസ്സിൽ വെച്ചോണ്ട് എന്നോട് ചോദിച്ചാൽ നീ വലിയ വലിയ ജേർണലിസ്റ്റുകളൊക്കെ ബുദ്ധിപൂർവ്വം അകത്തുനിന്ന് ചുരണ്ടി എടുക്കാൻ ചോദിച്ചാലേ എനിക്കറിയാം. നമുക്കിപ്പോ ഞാനൊരു ആങ്കർ അല്ലേ, എന്റെ ജോലിയല്ലേ. നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഞാനൊരു ചാനൽ, പ്രമുഖ ചാനലിലെ ഒരു സംഭവത്തോടനുബന്ധിച്ച് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് ലൈവ്. എന്റെ ഫേസ്ബുക്കിൽ ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് നേരിട്ട ഒരു ചെറിയ ഇത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാം കാണില്ല, അദ്ദേഹം ഈ പ്രോഗ്രാമിൽ നിന്ന് പോവുകയാണല്ലോ. അത് കേരളത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഇത് പറഞ്ഞതിന്റെ പുറകെ ഒന്നും കൂടെ ആവേശം കയറിയിട്ട് ഈ ചാനൽ ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ചാനലിലെ ഒരു സൂപ്പർ ഹിറ്റ് 1ാം നമ്പർ സ്ഥാനത്ത് പരമ്പരയില് ഞാൻ വേറൊരു സീരിയലില് ഹിറ്റ് സീരിയൽ എന്നിട്ട് ഞാനിങ്ങനെ തോണ്ടുക, ഞാൻ അതില് ഒരു നല്ല കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ആ പറഞ്ഞ മറ്റേ വേർഡില്ലേ, അതാണ് കറക്റ്റ്. നിലപാടുകൾ എല്ലാം വെളിപ്പെടുത്തലുകൾ. അതിന്റെ വരുവരായികൾ ചിന്തിച്ചില്ല. അല്ല, ഞാൻ അന്നേരത്തെ ഇതില്, കാരണം എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് എനിക്കറിയാം, മനസ്സിൽ ഒന്നും വയ്ക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോവും, പ്രതികരിച്ചു പോവും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഇത് പറയാം, ഈ ചാനലിനെ പറഞ്ഞത് ഭയങ്കരമായ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ പറയുന്നത് ഇന്നും ഖേദിക്കുന്ന ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് അതിൽ പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ട്. ഞാൻ കരയേത് ചെയ്തു, കാരണം ഞാൻ എന്താണ് ദൈവമേ ഞാൻ അങ്ങനെ പറഞ്ഞത്, സത്യം. അതെ. ഈ ബീന ചേച്ചിയുടെ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ കേട്ടതാണ്. അതായത് ഞാനൊക്കെ ഇതിലൊന്നും വന്നിട്ടില്ല, ഇൻഡസ്ട്രിയിലൊന്നും വന്നിട്ടില്ല, വളരെ മുന്നേ. അതായത് മിനി സ്ക്രീനിലെ മഞ്ജു വാര്യരാണ് ബീന ആന്റണി എന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഒരു സംഭവം. അപ്പൊ നമ്മളൊക്കെ മഞ്ജുവാര്യനും വന്നിട്ടില്ല ആ സമയത്ത്. അതാണ് നീ പറഞ്ഞപ്പോ എന്താ, ഞാനൊക്കെ വരുന്നതിന് മുമ്പ്. പക്ഷെ മഞ്ജുവാര്യർ എന്നെക്കാളും മുമ്പ് വന്നതല്ലേ ചേട്ടാ? എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു? 25 വർഷം മുമ്പ് ചേച്ചിയാണ് മഞ്ജുവാര്യർ എന്ന് കേട്ടു. 25 വർഷം മുമ്പ് അവളെന്ന് പറഞ്ഞില്ല. അതായത് ഞാനൊന്നും ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടേ ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബീന ചേച്ചിയുടെ സീരിയലുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ മനോരമ മംഗളം മാഗസിൻ ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇങ്ങനെ മിനി സ്ക്രീനിലെ മഞ്ജു വാര്യർ, ബീന ആന്റണി തിളങ്ങുന്നു. ആ സമയത്ത് ചേച്ചി നായികയായിട്ട് അഭിനയിച്ച ഒരു സീരിയല് ദൂരദർശൻ, ചാരുലത. ഇല്ലേ? എന്നാ മഞ്ജു വാര്യർ വന്നതിന് ശേഷമുള്ള ഏതോ ഒരു മാഗസിൻ ഞാൻ വായിച്ചു. സമ്മതിച്ചു. ഈ പേരിട്ടതാരെന്നറിയാമോ? ഇത് ഇവക്ക് മഞ്ജു വാര്യർ. സത്യാണോ?
മഞ്ജു വാര്യർ പേരിട്ട ആളുണ്ട്, കളിയാക്കി പറയും ടിനി ടോം. ബീന ആന്റണി എന്ന് പറഞ്ഞാല് മലയാള സീരിയലില് മഞ്ജു വാര്യർ എന്നിങ്ങനെ പരിപാടിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ചേച്ചിയും അതാ ഞാൻ ചോദിച്ചത്, നേരിട്ട് അത് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താ ഫീൽ ചെയ്യാറ്? ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറയണേ എന്താണ് അഭിനയം. ഇപ്പൊ മഞ്ജുവിനെ നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അങ്ങനെ. അപ്പൊ അതിന്റെ ടിവിയില് മഞ്ജുവിനോട് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യർ മലയാള സിനിമയിലെ ബീന ആന്റണിയാണ് അല്ലേ? അത് മനു ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും. അതല്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അറിയാമോ, ഇതൊക്കെ എല്ലാം ദൈവാനുഗ്രഹം മാത്രം കാണുന്നതാണ്. എനിക്ക് ഇതുപോലെ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യം. അതിനേക്കാളൊക്കെ നമ്മുടെ എം കൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരൂപകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അന്ന്. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ടി വിയിൽ മാനിക്കുന്നത് ബീന ആന്റണിയെയാണ്, അവരുടെ പിന്നെ എന്നെ കുറച്ച് ഇങ്ങനെ ഭയങ്കര കുലീനതയുള്ള ഇതാണ് മറ്റാണ്. അത് സത്യം പറഞ്ഞു എനിക്ക് എത്രയോ പേര് ഗൾഫിൽ നിന്നും ഓരോരുത്തർന്നൊക്കെ ആ പേപ്പർ കട്ടിങ് ഇല്ലേ എനിക്ക് അയച്ചു തരും. പക്ഷെ എനിക്ക് അത് എനിക്കൊരു ഭയങ്കര അഭിമാനം തോന്നി ആ ഒരു വാക്കുകൾ. കാരണം അന്ന് അങ്ങനെ എനിക്ക് അറിയാനും പാടില്ല പുള്ളിയെ, ഒരു കണ്ടോ പരിചയം ഒന്നുമില്ലാത്തൊരു അങ്ങനത്തെ ഒരു വ്യക്തിത്വം എന്നെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അന്ന് പക്ഷെ പണ്ട് ഇതുപോലത്തെ ഒരു ഇതല്ലായിരുന്നു സ്വാസിക. പണ്ടൊക്കെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര നല്ല എന്താ പറയാ, ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ വേറൊരു ഇതിലേക്ക് മാറി, നമ്മുടെ കാലഘട്ടം ഒരുപാട് മുന്നിലേക്ക് മാറി. അപ്പൊ നമ്മൾ കുറെ ആഭരണങ്ങളും മറ്റതും മറിച്ചതും ഇങ്ങനെയൊക്കെ, പക്ഷെ കാലത്തിനൊപ്പം നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. കഥാപാത്രങ്ങൾക്ക് ഒരു എന്താ പറയാ, അതിന്റെയൊക്കെ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ഭയങ്കര സുവർണകാലം. അതെ, സത്യം ആ കാലം സത്യം കൊതിയോടെ ഞാൻ ആലോചിക്കുന്നു. ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, കാരണം നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹാഷ്ടാഗ്സ് മനോജ് ചേട്ടന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരണ്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മളൊക്കെ ഷോക്ക് ആയിപ്പോയി. അത് എന്താണ് ശരിക്കും സംഭവിച്ചത് ചേട്ടൻ? ശരിക്കും അത്ര വീഡിയോ എടുത്തത് അതെ, ഞാൻ ഞെട്ടിപ്പോയി. ഇടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മനു ഇത് ഞാൻ കാര്യം പറയാം, ഞാൻ നവംബർ 29-ാം തീയതിയാണ് എനിക്ക് ഈ സംഭവം. നവംബർ 28-ാം തീയതി രാത്രി ഇവിടെ എന്തോ ഒരു പ്രശ്നം, എനിക്ക് ഈ മീശയുടെ ഈ ഭാഗത്ത് എനിക്കറിയില്ല, വേദനയല്ല മരവിപ്പല്ല, എന്തൊക്കെയോ എനിക്ക് അവിടെ ഒരു ഫീൽ ചെയ്യണു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു വേറെ വീട്ടിലെ നമ്മുടെ അനിയത്തിയുടെ, അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുപ്പിയപ്പോ, നമ്മൾ തുപ്പുമ്പോ ഈ സെൻട്രിൽ കൂടെ അല്ല തുപ്പൽ പോകണം, ഇത് വേറെ സൈഡിൽ കൂടെ പോണു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. തുപ്പല് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല. അങ്ങനെ ഞാനത് മനസ്സിൽ വെച്ചു, എന്തെങ്കിലും ഞാൻ ചോദിച്ചേ, ഞാൻ പറഞ്ഞേ എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ കുറെ ഡയലോഗ് അടിക്കുമ്പോ ശങ്കര് പറയേ മോൻ പറയേ അമ്മയെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇനി എന്തെങ്കിലും ആയിരിക്കും, നാളെ രാവിലെ അറിയാലോ നമ്മൾ വിചാരിച്ചോണ്ട് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ മനസ്സിൽ വെച്ചോണ്ടൊന്നിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ച് രാവിലെ വെള്ളം കുടിക്കും, ഒരു ലിറ്റർ വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് പല്ലെടുത്തിട്ട് ഇങ്ങനെ ഈന്ന് കാണിച്ചപ്പോ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സാധനം മാത്രം പോണു, ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിപ്പോ പോണില്ല ഈന്ന് കാണിച്ചിട്ട്. ഇങ്ങനെ തള്ളിക്കേറ്റിട്ടൊക്കെ തേച്ചത് ഞാൻ. എന്ത് ചെയ്തിട്ടും ഈ വശം അടഞ്ഞു പോണു. ഞാൻ വിചാരിച്ച് മറ്റേ സാധനം വിചാരിച്ചു സ്ട്രോക്ക്. പക്ഷെ നമുക്ക് ഇതൊക്കെ അറിയണേ, നമ്മളുടെ മനസ്സ് നമ്മുടെ മുഖം കോടി പോകണമെന്നൊക്കെ ലക്ഷണങ്ങള്. ഞാൻ പല്ല് തേപ്പും കഴിഞ്ഞ് ശാന്തമായിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പൊ ഇവിടെ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ വയസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നില്ല, ചായ എടുക്കാറായെന്ന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം, ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു. ഇല്ല എനിക്ക് എന്തോ ഇവിടെ നോക്കിയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ അത്രയും പോയിട്ടുണ്ടായില്ല, ഇങ്ങനെ അപ്പൊ തന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഞാൻ നോക്കിയിരിക്കേ. ഞാൻ എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്ത പുള്ളിയും ടെൻഷൻ ആവുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്താണ് മനസ്സിലാവാണ്ടിരിക്കാനാണ് ഞാൻ കൂളായിട്ട് പറഞ്ഞത്. ഞങ്ങള് വേഗം തന്നെ ഡോക്ടർ കുഞ്ഞച്ചനെ വിളിച്ചു, അച്ഛൻ്റെ അനിയനെ വിളിച്ചപ്പോ തന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തപ്പോ പുള്ളി പറഞ്ഞു
പുള്ളി എന്നെ കൊണ്ട് കുറെ ചെയ്യിപ്പിച്ചു. കണ്ണ് മേളിലോട്ടാക്കൽ, ഇങ്ങോട്ടാക്കൽ, ഇങ്ങോട്ടാക്കൽ, ഇവിടെ വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്, തലവേദന. അവിടെ ഒന്നും കുഴപ്പമില്ല. ആ പേടിക്കണ്ട, ഇത് ബെൽസ് പാൾസിയാണ്. പുള്ളി അപ്പൊ തന്നെ ബെൽസ് പാൾസി. അപ്പോഴാണ് നമ്മൾ ഈ പേരൊക്കെ പാൾസി. അപ്പൊ കുഞ്ഞച്ചൻ പറഞ്ഞു, എടാ ടെൻഷൻ അടിക്കണ്ട, ഇത് മറ്റേ ഇതൊന്നും അല്ല, അതൊന്നും അല്ല, ബെൽസ് പാൾസി ആണ്. നോർമലി പുള്ളിയുടെ അടുത്ത് 3-4 കേസൊക്കെ വരാറുണ്ട് ഒരു മാസത്തിൽ എന്നൊക്കെ പറഞ്ഞു. അത് പേടിക്കാനൊന്നും ഇല്ല, നീ ടെൻഷൻ ന്യൂറോയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞായറാഴ്ച എവിടെ ന്യൂറോ ഉണ്ടായിട്ട് എറണാകുളത്തൊക്കെ ലീവല്ലെല്ലാരും. ഞാനിതൊക്കെ ആണെങ്കിലും ബെൽസ് പാൾസി പുള്ളി പറഞ്ഞെങ്കിൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് വേവാണ്. അവിടെ ചെന്നിട്ട് അവര് പറഞ്ഞു, സാർ റിലാക്സ് ചെയ്യും സാർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ റിലാക്സ്ഡ് ആണ്, പക്ഷെ അവിടെ പ്രഷർ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ അവര് ന്യൂറോയെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മറ്റേ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു, MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു, നേരെ തലയുടെ. കാരണം അതിൻ്റെ അകത്ത് വല്ല ഇതുണ്ടെന്ന് അറിയാമല്ല. അങ്ങനെ പോയി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നിട്ടും കുറെ കഴിഞ്ഞ് അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പ്രഷർ നിന്നു. അന്ന് രാത്രി വരെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ അസ്വസ്ഥമായിരുന്നു ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രഷർ നോക്കലും ഗുളിക കഴിച്ചിട്ട് പിന്നെ അതൊന്നും ഇതായത്. ഈ രോഗം 15 വയസ്സിന് മേളിൽ ആർക്കും വരാം, ഗർഭിണികൾക്കും വരാം. അപ്പോഴാണ് നമ്മൾ ഈ രോഗത്തെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഞാൻ ഈ ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാണ് എനിക്കൊരു വീഡിയോ ഇറക്കണം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ മനു ഒന്ന് പോയാൽ മതി, ഈ മുഖം വെച്ചോണ്ട് വീഡിയോ. ഞാൻ പറഞ്ഞു എനിക്കതിനല്ല, ഞാൻ അന്ന് അനുഭവിച്ച പ്രഷർ, അന്ന് അനുഭവിച്ച ടെൻഷൻ ഇതുപോലെ ഒരുപാട് പേർക്ക് വന്നാലുണ്ടാവും. അത് ഞാനൊരു മെസ്സേജ്, എൻ്റെ മുഖത്തിൻ്റെ വൈകൃതം ഞാനപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ല. അത് ഇരുന്നോട്ട് തന്നെ എനിക്ക് കിട്ടണം, എന്നാലേ അത് ആളുകൾക്ക് ബോധ്യമാവും. ഇതൊരു ഇൻഫോർമേറ്റീവ്, പക്ഷെ എത്ര പേർക്ക് ഗുണം കിട്ടിയെന്നറിയോ? അത് ശരിയാ. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇതെന്താ ഇങ്ങനത്തെ ഒരു അസുഖം അറിഞ്ഞത് എല്ലാവരും അറിഞ്ഞു. അത് എന്നെ ഒരുപാട് പേര് വിളിച്ചു, എന്റെ നമ്പറൊക്കെ തപ്പിയെടുത്ത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആയി. ഒരു മാസം റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ. ശരി, ഇനി നമുക്ക് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള സമയമാണ്. മനോജ് ചേട്ടനും ബീന ചേച്ചിയും കൂടി നമുക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി ഗെയിം കളിക്കാൻ പോവാണ്. സൂപ്പർ ഗെയിം ആട്ടോ ഇത്. ഈ ഗെയിം ഇന്നേ വരെ ഇവിടെ ആരും കളിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കി. വളരെ റിസ്കി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഗെയിം സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് ഈ പ്രോപ്പർട്ടീസ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ മനസ്സിൽ? ബോളുണ്ട് ചെറിയണമായിരിക്കും. അതായത് മനോജ് ചേട്ടന്റെ കയ്യിൽ ഈ സംഭവം കണ്ടോ? ഈ സംഭവം ചൂണ്ടെങ്കിൽ ചൂണ്ട ഇതിട്ടിട്ട് മനോജ് ചേട്ടൻ ഒരു കറക്കങ്ങ് കറക്കും. ഇത് ബോള് ചേച്ചിയുടെ ദേഹത്ത് തട്ടാതെ ചേച്ചി ആ കറക്കലിന്റെ ഇടയിലൂടെ ഇങ്ങനെ വന്നിട്ട് നടുക്കുള്ള ഈ ബോള് കളക്ട് ചെയ്യണം. എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുപോയി തരണം. ഈ ബാസ്ക്കറ്റിൽ പ്ലേസ് ചെയ്യണം. ഓരോ പ്രാവശ്യം വന്ന് ഓരോ ബോൾ എടുക്കണം. പക്ഷെ ഈ സംഭവം തട്ടാനോ മുട്ടാനോ പാടില്ല. മനോജ് ചേട്ടൻ എന്താ ചെയ്യേണ്ടത്? ശത്രുക്കളാണ്. ഗെയിമിന്റെ ഇടയിൽ ഇവർ ശത്രുക്കളാണ്. കാരണം ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്, തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ശ്രദ്ധ ഉണ്ടാവും. മനോജ് ചേട്ടന് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം. അതായത് വേണമെങ്കിൽ പൊസിഷൻസ് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടാം, ഒന്ന് എന്തെങ്കിലും വേണം ചെയ്യാം. പക്ഷെ ഞാൻ മനോജ് ചേട്ടന്റെ കണ്ണ് കെട്ടും. അതുണ്ടോ? അങ്ങനെയുണ്ട്. കാരണം അല്ലെങ്കിൽ ചേച്ചീനെ അങ്ങ് കാണുമല്ലോ. അപ്പൊ ചേച്ചീനെ മനഃപൂർവ്വം ഇന്ന് രാവിലത്തെ കുറുമയ്ക്ക് ഉപ്പ് കൂടി എന്റെ ദേഷ്യം ഇവിടെ തീർക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കണ്ണട വെക്കണം. റെഡി? 1, 2, 3 ആൻഡ് മ്യൂസിക്. സ്പീഡ് കുറച്ചോ? അയ്യോ കുനിഞ്ഞ് ചെല്ലു, കുനിഞ്ഞ്. എന്തിനിടെ നിങ്ങൾ കാണിക്കണേ? മനോജേട്ടാ സ്പീഡ് കുറയ്ക്ക. സ്പീഡ് കുറച്ച് ഞാൻ തോറ്റൂല്ലേ? അപ്പുറം സൈഡിൽ എവിടെ തട്ടിലോ? സ്പീഡ് കുറയ്ക്ക. തട്ടി. എന്താ നടു തട്ടി? ഇതാരൊക്കെയാണ് ഈ ഫോണിരിക്കണൊക്കെ? എന്താ വീണല്ലോ? അതെന്നെയാ തട്ടിയത്. ഒന്നടെ അതേപോലെ തന്നെ. അയ്യോ ഇനി ഒന്നും കൂടെ. മനോജേട്ടനെ കാണാനല്ല, ഞാൻ ചെവി വെച്ച് പിടിക്കാം. കള്ളൻ കാണാ. സമയം കഴിയാറായി. അയ്യോ പുറകിലൊക്കെ വന്നിട്ടുണ്ടാ? അതൊക്കെ പറ്റും. ഇതെന്ത് തേങ്ങയാണ്? ടൈം ഓവർ.
എന്റെ പൊന്നോ. യോദ്ധ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ണ് കെട്ടി. ഇത് ഭയങ്കരമാണ് കേട്ടോ. മനോജ് ചേട്ടന്റെ കറക്കം. മനോജ് ചേട്ടൻ ഭയങ്കരമായിട്ട് ഒരു ഒന്നൊന്നര കറക്കലായി പോയി. അതായത് അതിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല. എന്താ സ്പീഡാ. എന്തൊരു സ്പീഡായിരുന്നു. അങ്ങനെയാണത്. ബൈസെപ്സിനുള്ള നല്ലൊരു എക്സസൈസ് ഏൽപ്പിച്ച പിന്നെ നമ്മള് ജീവൻ. പക്ഷെ ഇനി അവിടെ നിന്നും അങ്ങനെയുള്ള ഒരു പണി വരും. സിമ്പിൾ എന്തോ ആയിക്കോട്ടെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ചെയ്തോളൂ. ശരി, ചെയ്തോളൂ. എന്തായാലും ബീന ചേച്ചി വളരെ മനോഹരമായിട്ട് 4 ബോൾസ് ഗംഭീരമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. 1 2 3 4. നല്ലൊരു കൈയ്യടി. സൂപ്പർ. ഇനി അടുത്തത് സെയിം ബീന ചേച്ചി ഇതുപോലെ ഇവിടെ നിന്ന് നന്നായിട്ട് മനോജ് ചേട്ടനെ കുടുക്കണം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഗെയിമാണ്, റെഡ് കാർപ്പറ്റിലെ ഗെയിമാണെന്ന് പറഞ്ഞു ഉള്ള ശക്തി മുഴുവൻ എടുത്തത് കറക്കിയാൽ എന്നെ കൊണ്ട് പറ്റില്ല. രാത്രിയാകുമ്പോൾ അവന്റെ കുഴമ്പിട്ട് തരുന്നു. ഇവിടെ നിന്ന് ഊരിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ആലോചിക്കണം. എന്നോട് ജയിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് അത് ശരിയാക്കി തരാടോ. എന്റെ പുറം പള്ളിപ്പുറാക്കി. അറിയോ എത്ര പ്രാവശ്യം അടിച്ചു. നിന്നിതിനിടയിൽ വരാൻ പോയി. ഞാനേ ബോള് കളക്ട് ചെയ്യണ്ട എനിക്ക്. അങ്ങനെ Okay, so ready, 1 2 3 and music. മനോജ് ചേട്ടാ പോട്ടെ. പോകട്ടെ. നന്നായിട്ട് കറക്കിക്കോ ചേച്ചി. വരുന്നുണ്ട്. അയാൾ വരുന്നു. അയ്യോ. അപ്പൊ അത് പോയാ? ഇല്ല, അത് പോയി. അതന്നെ ബീന ചേച്ചി കറക്റ്റ്. എടുത്തില്ലല്ലോ. കുനിയെ പോയി കുനിയെ. അതന്നെ. വെരി ഗുഡ് മനോജ് ചേട്ടാ സൂപ്പർ. അതായത് ബീന ചേച്ചി നമ്മൾ പറയില്ലേ നിധി കാക്കാൻ വെച്ച ഭൂതം തന്നെ എല്ലാം തട്ടിക്കളഞ്ഞെന്ന്. അതുപോലെ ഈ ബാസ്കറ്റും ബോളും എല്ലാം തട്ടിത്തെറിപ്പിച്ച് എല്ലാം മനോജന്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ഈ ഗെയിമിൽ മനോജ് ജയിച്ചു. ബീന ആന്റണി തോറ്റു. നിധി കാക്കുന്ന പേര് കൊടുത്തു. ശരി, അപ്പൊ ഇനി നമുക്ക് ബീന ചേച്ചിക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. മനോജ് ചേട്ടന് ഒരു സമ്മാനമുണ്ട്. സമ്മാനം എടുക്കട്ടെ? ശരി. ശരിക്കും എനിക്ക് ചിരി വരികയാണ്. ഇത്ര വലിയൊരു അജാന ബാഹുവായ ഒരു മനുഷ്യന്, ഇത്ര ഘനഗാംഭീര്യം ശബ്ദമുള്ള ഒരു മനുഷ്യന് ഞാൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം നിങ്ങൾ ഞെട്ടും. ഞാൻ ഈ സമ്മാനത്തിൽ കൃതാർത്ഥനാണ്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, സമ്മാനങ്ങളുടെ വില നിശ്ചയിക്കുന്നതല്ല, അത് തരുന്നതിന്റെ മൂല്യമാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സമ്മാനം ഞാൻ സ്വീകരിച്ചു. തരില്ല ഒരെണ്ണം പോലും തരില്ല. ഞാൻ ഹൃദയത്തിൽ അധ്വാനിച്ച് നേടിയ സമ്മാനം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. സൂപ്പർ. ഇനി നമുക്ക് ബീന ചേച്ചിക്കുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇത് ബീന ചേച്ചി മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു ഭാര്യ ഭർത്താവായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ വേറെ വന്നിരുന്നെങ്കിൽ ഞാൻ ബീന ചേച്ചിക്ക് മാത്രം തരുന്നു. പക്ഷെ നിങ്ങൾ ഒന്നാണ് മക്കളെ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് മനോജ് ചേട്ടൻ മിമിക്രി ചെയ്യും. ആ മിമിക്രി ചെയ്യുന്ന നടൻ ആരാണോ അതിന്റെ ബോഡി ലാംഗ്വേജ്, ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ഇങ്ങനെ, സുരേഷ് ഗോപി ആണെങ്കിൽ ഇങ്ങനെ, അത് ചേച്ചി ചെയ്യണം. അപ്പോ ഞാൻ സാധാരണ ചെയ്യുന്നത് തന്നെ ചെയ്തിരുന്നത് അങ്ങനെ ചെയ്യാറില്ല ഒന്നും. പ്രേം നസീർ സാർ, മമ്മൂക്ക, ജയൻ സാർ. ചേച്ചി റെഡിയാണല്ലോ? നസീർ സാറാണ് ആദ്യം. അപ്പൊ നസീർ സാറ് പണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങാനൊരു ശ്രമം നടത്തി. അദ്ദേഹം പിന്നെ പോയില്ല. അപ്പൊ അന്ന് രാഷ്ട്രീയത്തിൽ ഒരു പക്ഷെ അദ്ദേഹം ഒരു നേതാവായിട്ട് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം എങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ. ഞാനാണ് നിത്യവസന്തം പ്രേം നസീർ. വോട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ ചിഹ്നം പൂവമ്പഴം.
നിങ്ങളെല്ലാവരും എൻ്റെ ചിഹ്നമായ പൂമ്പഴത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം. ഞാൻ ജയിച്ച് മന്ത്രിയായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, ലുങ്കിമുണ്ട്, തോർത്തുമുണ്ട്, എല്ലാം. നന്ദി, നമസ്കാരം. Okay, അടിപൊളി. ഇനി അടുത്തത്. പൗർണമി പെണ്ണേ വയസ്സെത്ര പെണ്ണേ പുളകങ്ങൾ പൂക്കുന്ന 16 ഉന്മാദം പെയ്യുന്ന 17. പൗർണമി പെണ്ണേ വയസ്സെത്ര പെണ്ണേ പുളകങ്ങൾ പൂക്കുന്ന 16 ഉന്മാദം പെയ്യുന്ന 17. മൂന്നാമത് നമ്മൾ ആരെയായിരുന്നു പറഞ്ഞത്? മതി പ്ലീസ്. മമ്മൂക്കയും കൂടി. മമ്മൂക്കയുടെ നമ്മൾ ഈ ശാന്തമായ ഡയലോഗ്, പൊട്ടിത്തെറിക്കുന്ന ഡയലോഗ് കേട്ടിട്ടുണ്ട് അല്ലേ? അതെ. മമ്മൂക്ക വെള്ളം ഒടിച്ചിട്ട് വന്നിട്ടൊരു ഡയലോഗ് അയ്യോ, നിറക്കൂട്ട് സിനിമയിൽ. അപ്പൊ നീ ആ വെള്ളം ഒടിച്ച പോർഷൻ വെള്ളടിച്ച് മമ്മൂക്ക. രവിവർമ്മ തമ്പുരാന്റെ ഭാര്യ മഴ്സേബായി തമ്പുരാന്റെ സദാചാരബോധത്തിന്റെ കാവൽ പടയാളി. നിന്റെ സദാചാരബോധത്തിന്റെ കഥകളെ കുറിച്ചൊക്കെ എനിക്കറിയാവേ. അരച്ചാൻ വയറിന് വേണ്ടി എന്റെ ക്യാമറയുടെ മുന്നിൽ ഉടി തുണിയഴിച്ച നിന്നെ വിവാഹം ചെയ്താണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ പറ്റിയ തെറ്റ് തിരുത്താൻ ഈ രവിവർമ്മയ്ക്ക് അറിയാം. കൈകിട്ട കുത്ത്. നീ അധികാലം ഇവിടെ തമ്പുരാട്ടിയായിട്ട് വാഴാന്ന് കരുതണ്ട. നീ ഓർത്തോ, രവിവർമ്മ പറയുന്നത്. രവിവർമ്മ